സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പെരുന്നാൾ ദിനത്തിൽ അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പ് ഉന്നതിയിലായിരുന്നു. രാവിലെ വളവിലെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരവും മുക്കട്ട വലിയ പള്ളിയിൽ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിലെ പ്രാർത്ഥനയ്ക്കും ശേഷം ചന്തക്കുന്ന് അൽമനാർ പള്ളിയിലും നിലമ്പൂർ ഈദ്ഗാഹിലുമെത്തി നാട്ടുകാരോട് സൗഹൃദം പങ്കുവെച്ച് ഈദ് ആശംസകൾ കൈമാറി. പിന്നീട് പെരുന്നാൾ ദിനത്തിലെ ഉച്ചഭക്ഷണം അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പ് ഉന്നതിയിലായിരുന്നു. പാട്ടക്കരിമ്പിലെത്തിയപ്പോൾ സ്വീകരിക്കാനായി മാഞ്ചേരി ചെല്ലൻ, കൊച്ചുരുവി, ചടയൻ, സുരേഷ്, ചാത്തി, ഏഷ്യയിൽ അവശേഷിക്കുന്ന ഗുഹാമനുഷ്യരായ ചോരനായ്ക്ക വിഭാഗത്തിലെ ഗവേഷകനായ വിനോദ് അടക്കമുള്ളവരുണ്ടായിരുന്നു. എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കാവുന്ന അടുപ്പമാണ് ഷൗക്കത്തിന്. വല്ലവരുടെയും പാടത്തും പറമ്പിലും മരണം വരെ പണിയെടുക്കേണ്ടവരല്ല നിങ്ങളൊന്നും, കുട്ടികളെ നന്നായി പഠിപ്പിക്കണമെന്നും ഉപദേശിച്ചു. വിനോദിനെയും SSLCക്കും +2നും പഠിക്കുന്ന കുട്ടികളെയും ഒപ്പം നിർത്തി കുട്ടികളെ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചെറിയ വാക്കുകളിൽ വിശദീകരിച്ചു. മാഞ്ചേരി വനത്തിലെ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി പഠിച്ച് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഗവേഷകനായ വിനോദ് നോർവേയിലും ലണ്ടനിലും പോയി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച കാര്യം പറഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കണമെന്നും പഠന കാര്യത്തിൽ എല്ലാ സഹായവുമായി താൻ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും നൽകി. ഒന്നിച്ചിരുന്ന് പെരുന്നാൾ ഭക്ഷണവും കഴിച്ചാണ് പിരിഞ്ഞത്. സന്ദീപ് വാര്യർ, അമരമ്പലം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കേമ്പിൽ രവി, അമീർ വള്ളിക്കാടൻ, KK മുഹമ്മദ് മാസ്റ്റർ, സാദിഖ് നീലാമ്പ്ര, നാസർബാൻ, വിജിൻ ശിവശങ്കരൻ, അസ്ലം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കോവിഡ് കാലം വന്നപ്പോ ഇവിടെ പെട്ടെന്ന് ഒരു ഉത്തരവ് ഇറക്കി. എന്താ ഉത്തരവ്? പണം ഞങ്ങൾ തരും. ഉത്തരവ് വേറൊന്നുമല്ല, ഇനി സ്കൂൾ അടച്ചു, ഇനി പഠനം മുഴുവൻ വാട്സപ്പിലൂടെയാണ് എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും വാട്സപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. അവസാനം ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അമീറിന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി നിങ്ങൾക്ക് 50ഓളം കുട്ടികൾക്ക് വാട്സപ്പ് നൽകിയിട്ടാണ് നമ്മൾ പഠനം തുടർന്നത്. നിരവധിയായ കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളിലും, ഇപ്പൊ കോവിഡ് കാലമാവട്ടെ, പ്രളയകാലമാവട്ടെ, ഇവിടെ വൈദ്യുതി ഇല്ലാത്ത കാലമാവട്ടെ, അതല്ല ഇവിടെ റോഡില്ലാത്ത കാലമാവട്ടെ, എപ്പോഴും നിങ്ങൾക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ പ്രയാസം അനുഭവിക്കുന്ന കാലത്ത്, കോവിഡ് കാലത്ത് നമ്മൾ എത്ര തവണയാണ് ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് നമ്മളുമായി ബന്ധമുള്ളവരാ. നിങ്ങളിൽ ഒരാളെ ഞങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട, ഞങ്ങളെ തിരിച്ചും വേണ്ട. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ചു മുൻപ് ഇവിടെ നിങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുമായി വീട് വെക്കാൻ സ്ഥലം പോലും ഫോറസ്റ്റ് അനുവദിച്ചു തരാത്തൊരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? അന്ന് നിങ്ങൾക്ക് 50 സെന്റ് വീതം വീട് നൽകാൻ, വീട് വെക്കാനും കൃഷി ചെയ്യാനും വീതിച്ച് നൽകിയത് UDFന്റെ ഭരണകാലം ഓർമ്മയുണ്ടാവും, ഇല്ലേ? അതുവരെ ഒരു നിവൃത്തിയില്ലായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോ വീടുകൾ നിർമ്മിച്ചു നൽകി നിങ്ങൾക്ക്. അത് കഴിഞ്ഞപ്പോ എന്താ വെച്ചാൽ കരണ്ട് വേണമെന്ന് പറഞ്ഞു. അന്ന് എന്റെ പിതാവ് വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയാണ്, ഓർമ്മയുണ്ടാവും. വളരെ വേഗത്തിൽ തന്നെ വൈദ്യുതി എത്തിച്ചു. ഇതിനകത്തുകൂടെ സഞ്ചരിക്കാനുള്ള റോഡ് വേണമെന്ന് പറഞ്ഞു, റോഡ് തന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ കണ്ടത് എന്താ? UDF നമ്മുടെ ഭരണം മാറിയപ്പോ 2016 ഇടതുപക്ഷ ഭരണം വന്നതോടുകൂടി നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.